അൻവറിൻ്റെ കാര്യത്തിൽ അസോസിയേറ്റ് അംഗം എന്നുള്ളത് അൻവറും സമ്മതിച്ചു എന്നാണ് 2-ാം തീയതി UDF യോഗത്തിൽ അൻവറുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയവർ യോഗത്തിന് അറിയിച്ചു. പിന്നെ പ്രഖ്യാപനം കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടനെ അൻവർ ഉൾപ്പെടെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അതിനിങ്ങനെയൊരു ഈ രീതിയിൽ അൻവർ പ്രതികരിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചതല്ല. അല്ല, ഇനിയിപ്പോൾ അത് അങ്ങനെ പ്രതിപക്ഷ നേതാവ് UDFൻ്റെ ചെയർമാനാണ്. അദ്ദേഹം ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തിട്ടില്ല, ആലോചിച്ചിട്ടാണ് അദ്ദേഹം തീരുമാനം എടുത്തത്. പിന്നെ അദ്ദേഹത്തിനെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. ഇനി ഞങ്ങൾക്ക് ജയിച്ചേ പറ്റൂ. ഇനി ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് നിലമ്പൂർ ജയിച്ചേ പറ്റൂ. അത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. കാരണം ഒരു ഭാഗത്ത് CPM BJP ബന്ധം നിലനിൽക്കുന്നു. പിണറായി വിജയൻ്റെ 9 വർഷത്തെ ഭരണം ഇതൊന്നും ചർച്ച ചെയ്യാതെ ഒരു വ്യക്തിയിലേക്ക് മാത്രം കെട്ടിത്തിരിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് അൻവറിന് തീരുമാനം എപ്പോൾ വേണമെങ്കിലും പുനഃപരിശോധിക്കാം, സ്ഥാനാർത്ഥിനെ അംഗീകരിച്ചുകൊണ്ട് കടന്നു വരാം. പക്ഷെ ഞങ്ങൾക്ക് ഇനി കാത്തിരിക്കാൻ നിവർത്തിയില്ല. ഞങ്ങൾ ഞങ്ങളുടെ വർക്ക് വരെ മുന്നോട്ട് പോകും. ആരും വാതിൽ കൊട്ടി അടയ്ക്കുന്നില്ല. പക്ഷെ അപ്പോഴും ഈ അൻവർ എടുക്കുന്ന ഈ നിലപാടുകൾ സാരമായി തെരഞ്ഞെടുപ്പിൽ ബാധിക്കുക അത് UDF-നെ തന്നെയല്ലേ? ഞങ്ങളെ ബാധിക്കില്ല. കാരണം ഭരണവിരുദ്ധ വികാരമുണ്ട്. അൻവർ വിഷയം റിഫ്ലക്ട് ചെയ്യില്ല. ഇല്ല. ഇനി അദ്ദേഹം നമ്മളോട് കൂടെ നിൽക്കുന്നില്ലെങ്കിലും റിഫ്ലക്റ്റ് ചെയ്യില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ UDF-നെ തോൽപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്വരാജിനെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശിച്ചത്. ഇന്ന് അദ്ദേഹം ഷൗക്കത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും UDF-ന് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ 9 വർഷത്തെ ഭരണം പിണറായിസത്തിനെതിരെ ഉള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ ആ 9 വർഷക്കാലത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുമെന്ന് തോന്നുന്നില്ല? ഞങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തിയാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. കാരണം അക്രമ സമരം ഞങ്ങൾ നടത്തിയിട്ടില്ല, അത് ഇനിയും നടത്തില്ല. അക്രമത്തിൻ്റെതാണ് പ്രതിപക്ഷ ശൈലിയെങ്കിൽ ആ ശൈലി ഞങ്ങൾ ഒരു കാലത്ത് അനുവർത്തിച്ചിട്ടില്ല. വലിയ തരത്തിലുള്ള ആവേശമാണ് ഇടത് ക്യാമ്പിൽ സ്ഥാനാർത്ഥി വന്നതോടുകൂടി. അല്ല, ഞാൻ പറയാം, ഞാൻ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയെ ഞാൻ മോശക്കാരനായിട്ട് പറയില്ല. സ്വരാജ് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിയമസഭയിലുണ്ടായിരുന്നു. പക്ഷേ സ്വരാജ് വന്നപ്പോൾ എന്തോ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ 2016 ഇടത് തരംഗത്തിൽ ജയിച്ച സ്വരാജ് അതിലും വലിയ തരംഗം വന്നപ്പോൾ തോറ്റു അതേ സീറ്റിൽ തന്നെ. പറയുമ്പോൾ 46 സീറ്റ് UDF-ന് കിട്ടിയ കാലത്ത് ജയിച്ച സ്വരാജ് ഞങ്ങൾ 41 ചുരുങ്ങിയപ്പോൾ തോറ്റ ആളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം കോൺഷ്യൻസി വേണ്ടത്ര നേഴ്സ് ചെയ്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പറയുന്ന പോലെ നിലമ്പൂർ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നിലമ്പൂരുകാരനായ സ്ഥിതിക്ക് അദ്ദേഹം ഈ കാട്ടാനയുടെ ആക്രമണമൊക്കെ ഉണ്ടായപ്പോൾ ഒന്ന് ചെയ്യുന്ന തല കാണിക്കണ്ടെങ്കിലും ആയിരുന്നില്ലേ? അത് അദ്ദേഹം ചിന്തിച്ചാൽ മതി.